കാസർഗോഡ് സ്കൂളിൽ റാഗിംഗ് കേസുകൾ കൂടുന്നു. പൈവെളികയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു. വിദ്യാർത്ഥിയെ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൈവെളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ കഴുത്തിനും നെഞ്ചിനും പരിക്കേറ്റു. സ്കൂൾ വിട്ടുവരുമ്പോൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് PTA-യും സ്കൂൾ അധികൃതരും അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന റാഗിംഗ് കേസുകളിൽ നടപടിയെടുക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഷൂ ധരിച്ച് പോകാൻ വേണ്ടി പാടില്ല എന്ന രീതിയിൽ മുതിർന്ന വിദ്യാർത്ഥികൾ, +1 വിദ്യാർത്ഥികൾ ചിലർ അവനെ ആക്രമിക്കുകയും അത് വീട്ടിൽ പേടി കൊണ്ടൊന്നും പറയാത്ത രീതിയിൽ രക്ഷിതാക്കളെ അറിയിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ഇന്ന് അതേപോലെ തന്നെ ഇൻ്റർവെല്ലിന് വിട്ട സമയത്ത് ബാത്റൂമിൽ വെച്ചിട്ടാണ് വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് 3-4 കുട്ടികളെ പുറത്തും ദേഹത്താകെ ചവിട്ടുകയും കൈകൊണ്ട് അടിക്കുകയും ചെയ്ത വിവരം കിട്ടുന്നത്. രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ സ്കൂളിൽ പോയി പരാതിപ്പെടാൻ വേണ്ടി രീതിയിൽ തയ്യാറാകുന്ന സമയത്ത് പേടി കൊണ്ട് എന്തോ അവിടെ പഠിക്കേണ്ട ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടോ വേണ്ട അച്ഛ കൊണ്ട എന്ന രീതിയിലാണ് ഇവൻ വേറും രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ്സിൽ പോയി HM അടക്കം പ്രിൻസിപ്പാൾ അടക്കം SMC ചെയർമാൻ PTA പ്രസിഡന്റ് എല്ലാവരും കൂടി കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ പറഞ്ഞതാണ്. റാഗിംഗ് ചെയ്താൽ കർശനമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് അതും ചെവികൊള്ളാതെ ചുരുക്കം ചില കുട്ടികൾ ക്രിമിനൽ വാസന കൊണ്ട് ഇതുപോലുള്ള റാഗിംഗ് പോലുള്ള പ്രവൃത്തികൾ ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായും PTA ഇനി മേലിൽ ഇത് ആവർത്തിക്കാത്ത രീതിയിലുള്ള ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും. കാസർഗോഡ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളെ റാഗിംഗ് ചെയ്തതായും പരാതിയുണ്ട്. ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം നമ്മളെ റാഗ് ചെയ്തിട്ടുണ്ടായി. ഷൂ ഇട്ടതിൻ്റെ പേരിൽ ഒരു 10-50 ആൾ കൂടിയിട്ട് നമ്മളെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇന്ന് ബട്ടൺസ് ഇട്ടില്ല എന്ന പേരിൽ +2 വിദ്യാർത്ഥികൾ നമ്മൾ 4 ആളെ ഉണ്ടായി. 4 ആളെയും തല്ലി. വാഷ് ബേസിൻ്റെ അതിനുകൊണ്ടായിട്ട് അടിച്ചിട്ടുണ്ടായി. മർദ്ദനമേറ്റ 2 +1 വിദ്യാർത്ഥികൾ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ചന്തേര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.